അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമസ്കാരം. നമുക്ക് ആദ്യം ഇന്നൊരു വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമ്മൾ ഇന്ന് വെക്കുന്നത് കൊഞ്ച് തീയല. അപ്പം നമ്മൾ 1/4 കിലോ കൊഞ്ച് മേടിച്ചത് ഇന്നലെ എല്ലാം വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയത് 1 ഉള്ളി, ബാക്കി 10 കൊച്ചുള്ളിയുണ്ട്. പിന്നെ ആണെങ്കിൽ 1 മുറി തേങ്ങ ഞാൻ തിരുമ്മി വറുത്തെല്ലാം വെച്ച് വറുത്തിട്ട് ഞാൻ വേണ്ട 1 മുറി തേങ്ങ വെള്ളം തൊടാതെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി നിങ്ങളെ ഞാൻ ചെയ്യുമ്പോൾ കാണിക്കും. അപ്പം നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് കത്തിക്കും. അപ്പോൾ ഈ കൊഞ്ച് തീയലിന് നമ്മൾ വെളിച്ചെണ്ണയാണ് ഇച്ചിരി ചേർക്കുന്നത്. വെളിച്ചെണ്ണ അങ്ങ് ഐസ് പോലെ ആയിരിക്കുന്നെങ്കിലും നമുക്ക് ഇച്ചിരി ചേർക്കാം. അപ്പം നമ്മൾ കടുവിട്ടൊന്ന് പൊട്ട് ഇച്ചിരി കടുവ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇടാം. കടുവൊന്ന് പൊട്ടുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പം കടുവെല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണ കണ്ടോ ഐസ് കട്ട പൊട്ടിച്ച് തീയൊന്ന് കുറച്ച് വെച്ച് ഇനി നമ്മൾ 3 വെളുത്തുള്ളി, ബാക്കി 3 പച്ചമുളക് ഇട്ട് ബാക്കി ഉള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ ആ ഉള്ളി എല്ലാം ഒന്ന് വഴറ്റി എടുക്കുക. നല്ലോണം കൊച്ചുള്ളിയല്ലേ, അതൊന്ന് നന്നായിട്ട് വഴറ്റണം. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം ഉപ്പിടാം. ഇച്ചിരി ഉപ്പ് ഞാൻ ഇച്ചിരി ഇട്ടിട്ട് ഇതങ്ങ് തണുപ്പ്, അത് കാരണം സെക്കറൊക്കെ ഇട്ടേക്കുന്നത് ഭയങ്കര. അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് പിന്നെ നമ്മൾ 2 തക്കാളിക്കായി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ഇടാം. അപ്പം നമ്മൾ 2 തക്കാളിക്കായും കൂടി ഇത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ 2 തക്കാളിക്കായും കൂടെ നമ്മൾ അരിഞ്ഞ് ഇതിനകത്തിട്ട് ഇതൊന്ന് ഇളക്കട്ടെ. അപ്പം നമ്മളിതിനകത്തോട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും സാധനമായി ഇട്ടേക്കുന്നു. അപ്പം നമ്മുടെ തീയലിൻ്റെ മസാലകളൊക്കെ ഒന്ന് മൂക്കട്ടെ. അപ്പം നമ്മൾ ഇച്ചിരി പിഴുപുളിയും കൂടി ഇതിനകത്ത് പിഴുപുളി പിഴിഞ്ഞൊഴിക്കുന്നു. അപ്പം പിഴുപുളി ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം കൂടെ കിടന്ന് ഇതൊന്ന് നല്ലോണം ഒന്ന് തക്കാളിക്ക ഒന്ന് ഒടഞ്ഞിട്ട് നമുക്ക് അടുത്തത് കാണിക്കും. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിനി നമ്മുടെ ചട്ടിക്കകത്തോട്ട് വെക്കാൻ പോകും. ഇതെല്ലാം കൂടെ നമുക്ക് ചട്ടിക്കകത്തോട്ട് ഒഴിക്കും. കൊഞ്ച് തീയലിന് എല്ലാം കൂടെ നമ്മൾ ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് ഇനി ഇതിനകത്ത് കിടന്നൊന്ന് നല്ലോണം വേവട്ടെ. അപ്പം നമ്മുടെ കൊഞ്ചില്ലായിരുന്നോ, കൊഞ്ച് നമുക്കെല്ലാം ഇതിനകത്തോട്ട് പെറുക്കിയിടാം. അപ്പം നമ്മുടെ കൊഞ്ച് തീയലിന് കൊഞ്ച് കണ്ട വലിയ കൊഞ്ചായിരുന്നു കണ്ട. ആ കൊഞ്ചെല്ലാം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പെറുക്കിയിടാം. എന്നിട്ട് ഈ കൊഞ്ച് ഇനി ഇതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വേവണം. അപ്പം നമുക്ക് ഈ വെള്ളത്തിനധികം മസാല പിന്നെ തേങ്ങയൊക്കെ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് കിടന്നൊന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. അപ്പം നമ്മുടെ കൊഞ്ച് എന്തായിരുന്നു നമുക്കൊന്ന് തിരിഞ്ഞ് നോക്കാം. നമ്മുടെ കൊഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ തേങ്ങ വറുത്തരച്ചത് ചേർത്തിട്ടില്ല. കൊഞ്ച് വെന്തിട്ടുണ്ട്. വേണ്ട കൊഞ്ച് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങ വറുത്തരച്ചതില്ലേ അതിനകത്തോട്ട് ഇടും. ഇത് വെള്ളം തൊടാതെ അരച്ചതാ. നമുക്ക് ഇച്ചിരി വെള്ളം ചേർക്കാം. ഒരു ശകലം ഈ മിക്സിയുടെ ജാറ് കഴിയുന്നതിനകത്തോട്ട് അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ ശകലം അതിൽ എൻ്റെ അടപ്പയിലും കുറച്ചിരിപ്പുണ്ട്. അപ്പം നമുക്ക് അടപ്പൂടെ ഇപ്പം കൊഞ്ച് ഇനി ഇതൊന്ന്
നമ്മൾ ഇളക്കുന്നില്ല, ഒന്ന് നല്ലോണം ഒന്ന് ആ അരപ്പ് കിടന്നൊന്ന് വേവട്ടെ. നമ്മുടെ കൊഞ്ചിനെ നമ്മൾ ഒന്ന് തുറന്ന് നോക്കും. നമ്മുടെ കൊഞ്ച് തീയലെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഒക്കെ ഇച്ചിരി ഉപ്പുണ്ടോ നോക്കാം. ഈ ശകല ഉപ്പിൻ്റെ കുറവുണ്ട്, ഒരു ഇച്ചിരി ഉപ്പൂടെ നമുക്ക് ഒരു ശകല ഉപ്പൂടെ അതിനിട്ട്. അപ്പം കൊഞ്ച് തീയലെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ഇച്ചിരി അപ്പം നമ്മളെ കൊഞ്ച് തീയലിന് നമ്മൾ ഇച്ചിരി കടുവും കൂടെ വറക്കുക. ഒരു ഉള്ളി എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്, ഇച്ചിരി കടുവും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഒന്ന് വറുത്തതായിരുന്നു, എന്നാൽ ഇനി ഇതും കൂടെ ഒന്ന് വറുത്തങ്ങോട്ട് ചേർക്കും. അപ്പം നമുക്ക് ഈ ഉള്ളി വറുത്തത് ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് നമുക്ക് കൊഞ്ച് തീയലെടുത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ കൊഞ്ച് തീയലൊന്ന് തുറന്ന് നോക്കാം. ഹായ്, എന്തോ വാസനയാണ്, നല്ല അടിപൊളി മണം കൊഞ്ച് തീയലിൻ്റെ. ഇനി നമുക്ക് ഈ ഉള്ളി വറുത്തത് ഇതിനകത്തോട്ട് ഇടാം. ഒരു ശകലം കൊഞ്ച്. അപ്പം ഇത് മാത്രം മതി ഉച്ചയ്ക്ക് ചോറുണ്ണാൻ. അപ്പം കൊഞ്ച് തീയലെല്ലാം നല്ല റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം എനിക്ക് എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ. അപ്പം കൊഞ്ച് തീയലെല്ലാം റെഡിയായി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് കൊഞ്ച് തീയൽ വെച്ച് നോക്കി നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ.